മഴമുകിൽ. രചന മീനു ദേവൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അവള് പിന്നെ വിളിച്ച് വേറെ വല്ലവനെയാണോ? അവിടെ മറ്റവനെ തന്നെയല്ലേ? ഇവനിതെന്തോന്ന്? മനു ഒന്നുകൂടി സനുവിന് സപ്പോർട്ട് കൊടുത്തും ആളുടെ നേർക്ക് ചീറാൻ പോയ ഋഷി മനുവിന്റെ നേരെ തിരിഞ്ഞു. അല്ല, നിങ്ങളെവിടെയായിരുന്നു ഇത്രയും നേരം? എന്റെ പൊന്നു ഋഷി, ഒന്നും പറയണ്ട, നീയായിരുന്നു മോനെ ശരി. ഫസ്റ്റ് വന്തി പോയിരുന്ന് വെട്ടി വിഴുങ്ങി ഇവനെയും പോയിക്കൊണ്ടുവരാൻ ഞാൻ പെട്ട പാട്. ശ്രീ മനുവിനെ നോക്കി പറഞ്ഞു. മനു വിളിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. കൂട്ടുകാരൻ ചാവാൻ കിടക്കുമ്പോഴാണ് ദ്രോഹി നിന്റെ കൂട്ടുകഥ തീറ്റി. ഋഷി അവനെ കനപ്പിച്ച് നോക്കി. വിശന്നാ പിന്നെ എനിക്ക് കണ്ണാടില്ലെന്ന് അറിയില്ല നിനക്ക്. ബൈ ആ ഗോതമ്പുണ്ടയും പരിപ്പും കൂടിയുള്ള കറി ഏതായിരുന്നു? അത് പൊളിയായിരുന്നു കേട്ടോ, കിട്ടില്ല. മനു തനുവിന് നേരെ തിരിഞ്ഞോണ്ട് ചോദിച്ചു. അത് ദാൽബാട്ടി ചുർമയാ. ഋഷി കറിയുടെ പേര് ചോദിച്ചു നീ ഇവളെന്നെ ഹിന്ദിയിൽ തെറി വിളിക്കുന്നടാ. ഇവള അവിടെ തന്നെ കൊണ്ടുവിട്. രാവിലെ ഈശ്വര ആരാന്ന് വെച്ചാൽ കേട്ടെ. എടാ അവള് കറിയുടെ പേര് പറഞ്ഞാടാ പൊട്ട. എന്നാ അവൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ബാഹുബലി അവളെ വീണ്ടും അങ്ങോട്ട് ചുമക്കേണ്ടി വന്നേനെ. ഒന്ന് നിർത്തുണ്ടോ? എല്ലാം കൂടെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കും. നിങ്ങൾക്ക് നാളെ പോകും. ഞാനേ ഇവിടെ തന്നെ ജീവിക്കേണ്ടതാ. പോയി വണ്ടി കടല്ലാം. ശ്രീയുടെ ഒറ്റർച്ചയോടെ എല്ലാവരും വണ്ടിക്കുள் കയറി. ശ്രീമനുവും പിന്നിലും ഋഷിയും തനുവും ബാക്കിലുമായിരുന്നു. എന്താടി ഉണ്ടക്കണി നോക്കി പേടിപ്പിക്കുന്നത്? അവനെ കെട്ടാൻ പറ്റുന്ന വിഷമാണോ? കാറിൽ തനുവിന്റെ ഒരുമാതിരി നോട്ടം കണ്ടതും അവൻ അങ്ങോട്ട് ചൊറിഞ്ഞു വന്നു. ആണീ തനിക്കെന്താണോ? തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എല്ലാം കൊളാക്കിയപ്പോ സമാധാനായില്ലേ? കൊളമാക്കൊടി കൊളമാക്കും. അങ്ങനെ എന്റെ ജീവിതം കുളം തോണ്ടിയിട്ട് നീ സുഖിച്ചു വാഴാന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. സമ്മതിക്കില്ല ഞാൻ. നേരത്താണാവോ ദൈവമേ ഈ കുരിശിന് തലവെക്കാൻ തോന്നിയത്? അവൾ തലക്ക് കൈയും കൊടുത്തൊരു സൈഡിലേക്ക് നീ പുറത്തോട്ട് നോക്കിയിരുന്നു. അത് തന്നെയാ ഞാനും ചിന്തിക്കുന്നത്. ഏത് നേരത്താണാവോ ഈ കുരിശന്റെ തലയിലായതെന്ന്. അതും പറഞ്ഞ് ഋഷിയും മറ്റേ സൈഡിലേക്ക് മാറിയിരുന്നു. അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒന്ന് തന്നെയാണ് ആളിയാ. മനു ബാക്കിലേക്ക് തിരിഞ്ഞോട്ട് ചോദിച്ചു. അതിലുള്ള മറുപടിയായി ചെവിയിൽ നല്ല നാടൻ തെറികൾ മുഴങ്ങി കേട്ടു. വേണ്ടായിരുന്നു. അവൻ വളിച്ച മുഖത്തോടെ തനു കേട്ടോന്നറിയാൻ എത്തി നോക്കി. അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ശതമാനം. വണ്ടി ഫ്ലാറ്റിലെത്തിയതും തനു സംശയപൂർവ്വം എല്ലാവരെയും നോക്കി. പേടിക്കണ്ട, കൊല്ലാൻ കൊണ്ടുവന്നല്ല, ഇവന്റെ ഫ്ലാറ്റാ. നാളെ പോകുന്നവരോട് തങ്ങാം. നാളെ ഇവിടെ പോകുന്നു, ഞാൻ വരില്ല എടുത്തേക്കും. ഞാനിവിടെ നിന്നോളാം. ഇപ്പൊ നീ ഇവിടെ തന്നെ നിന്നോ, ഞങ്ങളെല്ലാം അകത്തേക്ക് പോവാ. നാളെ നാട്ടിൽ പോകുമ്പോൾ വിളിക്കാം. അതും പറഞ്ഞ അവിടെ നേർക്ക് പുച്ഛത്തിന്റെ ലോഡുകൾ വാരി വിതറി ഋഷി മുന്നോട്ട് നടന്നു. മനുവും ശ്രീയും പിന്നാലെയും. തനു വേറൊന്നും നോക്കിയില്ല, അവർക്ക് പിന്നാലെ ഓടി. തനു അവർ പോയ വഴി ഓടി റൂമിൽ കയറി ചെന്ന് നോക്കുമ്പോൾ ഹാളിൽ 3 കൂടെ പല പോസിൽ വളഞ്ഞും തിരിഞ്ഞും കിടക്കുന്നുണ്ട്. എന്തോ വലിയ പണി കഴിഞ്ഞു വന്ന് കിടക്കുന്ന പോലെ. തനു ആ റൂമിലേക്ക് പോയിക്കോ. ഋഷിയുടെ ബാഗും സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. തൽക്കാലം അവന്റെ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തില്ല കേട്ടോ. ശ്രീ പറഞ്ഞിട്ടും അവൾ അനങ്ങാതെ നിൽക്കുകയാണ്. ഇനി എന്താ? ശ്രീ ചോദ്യഭാഗത്തിൽ അവളെ നോക്കി. എനിക്ക് വിശക്കണു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൾക്കൊക്കെ ആർത്തി മൂത്ത് ഭ്രാന്തായതാ. വലം വാങ്ങിക്കൊടുക്ക്, ഉരുട്ടി വിഴുങ്ങട്ടെ. അല്ലെങ്കിലേ മുടിഞ്ഞ വെയിറ്റ് കൊണ്ടാരത്തിന് ബാക്കിയുള്ളവരുടെ തോളൊടിഞ്ഞു. ഋഷി അവൾക്ക് നേരെ ചീറി. ഞാൻ തന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ലായി. ആദ്യം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. ബാല കളിക്കാൻ പോകുന്ന പോലെ ഉണ്ട്. അപ്പോഴെങ്കിലും ചേട്ടന്മാർ പോയി മോൾക്ക് മുണുങ്ങാള് വാങ്ങിക്കൊണ്ടുവരാം. ഋഷി നിർത്താൻ ഉദ്ദേശമൊന്നുമില്ല. ബാല കളിക്കാൻ പോകുന്ന തന്റെ. അതും പറഞ്ഞ് കലിപ്പിൽ തന്നെ ടീപ്പോയുള്ള ഫ്ലവർ വേസ് എടുത്തതും ഋഷി ആ സെക്കൻഡിൽ പുറത്തേക്ക് ഓടി. പിന്നാലെ ശ്രീയും. എടാ ഞാനും കൂടെ എന്നീ പൂതനക്ക് മുന്നിട്ട് കൊടുത്തോണ്ട് പോയാണല്ലടാ ഊളകളെ എന്ന് വിളിച്ചു പറഞ്ഞ് മനുവും ജെറ്റി വിട്ട പോലെ അവരുടെ പിന്നാലെ ഓടുന്നുണ്ട്. ഈശ്വരാ, ഈ ഓട്ടോ ഒളിമ്പിക്സിൽ ഓടിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡൽ കിട്ടിയേനെ. താന് ഡോറടിച്ച് നേരെ റൂമിലേക്ക് പോയി. ഋഷിയുടെ ബാഗിൽ നിന്ന് ഒരു 3/4 ഷർട്ടും എടുത്ത് കുളിക്കാൻ പോയി. ഷവറിന്റെ അടിയിൽ നിൽക്കുമ്പോഴും തണുത്ത വെള്ളം തലവഴി ഒലിച്ചിറങ്ങുമ്പോഴും അവളുടെ ഉള്ളം ചുട്ടുപഴുത്തുകൊണ്ടേയിരുന്നു. താൻ കാരണം ഋഷിക്കും കുടുംബത്തിനും ഒന്നും സംഭവിക്കരുതെന്ന് മാത്രമേ ആലോചിച്ചുള്ളൂ. അതാണ് ഒരു എതിർപ്പ് പോലും പറയാതെ കല്യാണത്തിന് നിന്നുകൊടുത്ത്. കുറച്ചു കാലം കൊണ്ടാണെങ്കിലും അവരെല്ലാം തനിക്ക് സ്വന്തം പോലെയായിരുന്നു. താൻ കാരണം അവരുടെ ജീവിതം കൂടെ. അതോർത്തുകൊണ്ടാണ് ആത്മഹത്യ പോലും ചെയ്യാതെ അവർ പറയുന്നതിനെല്ലാം ഒരു പാവയെ പോലെ നിന്നുകൊടുത്ത്. പക്ഷേ ഋഷി തന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തു. അവൻ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. അവന്റെ ജീവന് കൂടെ താൻ കാരണം ആപത്ത് വരരുത്. ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമാണവൻ. അവരുടെ സ്വർഗതുല്യമായ ജീവിതത്തിൽ കറുപ്പുടർത്താൻ താൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല. അതാണ് കുന്നോളം സ്നേഹം ഉള്ളിലൊളിപ്പിച്ച് പുറമേ ദേഷ്യം കാണിക്കുന്നത്. തന്നോടും തിരിച്ച സ്നേഹമാണോ എന്നറിയില്ലല്ലോ. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. ചിലപ്പോൾ സഹിക്കുന്നതാവാം, കെട്ടിപ്പോയില്ലേ. പക്ഷെ താനായിട്ടൊരു ആപത്തും വരുത്തില്ല, ഒഴിഞ്ഞു കൊടുത്തോളും. അവരെങ്കിലും സമാധാനമായി ജീവിക്കട്ടെ. ഓരോന്ന് ഓർത്തുകൊണ്ട് നേരം പോയത് അറിഞ്ഞില്ല. കുളിച്ച് ഋഷിയുടെ ഡ്രസ്സും ഇട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് തന്നെ ചിരി വന്നു. ലൂസ് 3/4 അതിനേക്കാൾ ലൂസായ ഷർട്ടും വീട്ടിൽ കുപ്പിപ്പാട്ട പെറുക്കാൻ വന്നവരെ പോലെയുണ്ട്. ഈ കോലത്തിൽ എങ്ങനെ പുറത്തിറങ്ങും ദൈവമേ. അവന്മാരെങ്ങാനും കണ്ട കഴിഞ്ഞു. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി. അവൾ ഇറങ്ങിയ കറക്റ്റ് ടൈമിൽ തന്നെ അവരും ഡോറിന് അകത്തേക്ക് വന്നു. അവരെ കണ്ടത് അവൾ ചൂളിച്ചുരുങ്ങി നിന്നു. കണ്ട സ്ഥിതിക്ക് അകത്തേക്ക് ഓടാനും വയ്യ. അവളെ കണ്ടതും ഋഷി തലകുത്തി മറിഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. കൂടെ മനുവും.
രണ്ടും കൂടെ ചിരിച്ചു മറിയുകയാണ്. ശ്രീയാണെങ്കിൽ ചിരിയും കടിച്ചു പിടിച്ച് നിൽക്കുന്നു. എന്റെ പൊന്നെ, സിരിച്ച് കൂടുതൽ പറഞ്ഞു. ഇതാരടി കന്നാസിനെയും കടലാസിനെയും പെങ്ങളൂട്ടിയാ? താനീ കാബൂളിവാല തന്നെയല്ലേ അളിയാ? മനു ചിരിക്കല് ഋഷിയോട് ചോദിച്ചു. അതുക്കും മേലെ നമ്മൾ പോകുമ്പോ രാജകുമാരിയെ പോലെ ഒരുങ്ങിന്നവളാ. നാളെ പിച്ചക്കാരി ലുക്കില്. ഡാ ശ്രീ, അവൾക്കൊരു ചുളുങ്ങിയ അലുമിനിയ പാത്രം ഒരു കാലി ചാക്കെടുത്ത് കൈ കൊടുക്ക്. കറക്റ്റ് മാച്ച് ആയിരിക്കും. മനു ഋഷിയും കൂടെ അത് പറഞ്ഞ് തലയർത്തി ചിരിക്കുകയാണ്. ശ്രീ ചിരി കടിച്ചമർത്തി അവളുടെ അടുത്ത് പോയി അവന്റെ കയ്യിലുള്ള കവർ അവൾക്ക് കൊടുത്തു. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. കുറച്ച് ഡ്രസ്സാണ്. ഋഷി എടുത്താ പാകാവെന്നറിയില്ല. അവന്റെ ഭാര്യയുടെ പാകം അവനറിയാതെ പിന്നെ നിനക്കാണറിയാം. ഇവൻ ഇതെന്തോന്ന്? മനു തനുവിനെ വിട്ട് ശ്രീക്ക് നേരെ തിരിഞ്ഞു. തനു അവനെ കനപ്പിച്ച് നോക്കിയിട്ട് ഡ്രസ്സും കാറും വാങ്ങി മുറിയിലേക്ക് പോയി. അവൾ നോക്കുമ്പോൾ ഒരു നൈറ്റ് ഡ്രസ് ഉണ്ട്. ബാക്കിയെല്ലാം ചുരിദാർ മിടിയൊക്കെയാണ്. അവൾ ആ നൈറ്റ് ഡ്രസ് എടുത്തിട്ടു. അത്ഭുതം തോന്നി. കറക്റ്റ് പാകമായിരുന്നു. അവൾക്ക് പെട്ടെന്ന് മനു പറഞ്ഞ് ഓർമ്മ വന്നു. ചുണ്ടിലൂറിയ പുൻസിരിയോട് അവൾ കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. പുറത്തിറങ്ങിയപ്പോൾ മൂന്നാളും കൂടെ ഫുഡൊക്കെ വിളമ്പി വെച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് തനു മുറിയിലും അവർ മൂന്നുപേരും ഹാളിലും കിടന്നു. ഇതേ സമയം തനുവിന്റെ വീട്ടിൽ രാഹുൽ വിരളി പിടിച്ചവനെ പോലെ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. ചെറിയച്ഛൻ കസേരയിലിരുന്ന് ഒരു കയ്യിൽ സ്കോച്ച് ഗ്ലാസും പിടിച്ച് എന്തോ ഗഹനമായ ചിന്തയിലാണ്. വീട്ടില്ല ഞാൻ അവളെ, അവനെയും കൊന്നുകൊള്ളും, രണ്ടിനെയും. അവൻ എന്തൊക്കെയോ പറഞ്ഞു ഉറഞ്ഞുകൊള്ളുകയാണ്. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? മണ്ണും ചാരിന്ന് അവൻ പെണ്ണും കൊണ്ടുപോയപ്പോ സമാധാനമായല്ലോ. എന്നിട്ട് എന്നെ ആലോചിച്ചിരിക്കുക അവിടെ അമേരിക്കയിൽ ബോംബിടുന്നോ? അവന് കലിയടക്കാനാവാതെ ചെറിയച്ഛന് നേരെ ചീറി. കൂൾ രാഹുൽ, കൂൾ. അവൾ നിയമപരമായിട്ട് അവന്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പന്ത് അവരുടെ കോർട്ടില്ല. നിയമം പോലും അവരുടെ കൂടെ നിൽക്കുള്ളൂ. അതുകൊണ്ട് അവൻ ഇത്രയും ഹീറോയിസം കാണിച്ചിട്ടും ഞാനൊരു നോക്കുത്തിയെ പോലെ നിന്ന്. ഇവിടെയാണ് നമ്മൾ ബുദ്ധിപരമായി നീങ്ങേണ്ടത്. പിരിക്കണം രണ്ടിനെയും. എന്ത് നാറിയ കളി കളിച്ചിട്ടാണെങ്കിലും സമയമെടുക്കും, പക്ഷെ നടന്നിരിക്കും. അതിനുള്ളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അയാൾ ക്രൂരമായ ചിരിയോടെ കൈയുള്ള വില കൂടിയ സ്കോച്ച് വായിലേക്ക് അമഴ്ത്തി. സമയം എടുത്തെടുത്ത് സ്വത്തുക്കളൊക്കെ ആ പീറ ചെറുക്കം കൊണ്ടുപോകുമ്പോൾ പഠിച്ചോളും. അപ്പൊ പിന്നെ മാനത്ത് നോക്കി ഇതേപോലെ തന്നെ ഇരിക്കാം. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തോ, നല്ലതാ. ഞാനിനി ആ മാർവാടിയോട് എന്തു പറയന്തോ, പൈസയുണ്ട് വാങ്ങി. ചെറിയച്ഛൻ്റെ ഇരിപ്പുണ്ടവന് ദേഷ്യം കൂടി വന്നു. രാഹുൽ, ഒന്ന് ക്ഷമിക്ക്. ഞാൻ കൂളായിട്ട് ഇരിക്കുവാണെന്നാണോ നിന്റെ വിചാരം? അങ്ങനെ കോടികൾ കണ്ട തെണ്ടികൾ കൊടുക്കാൻ മാത്രം പൊട്ടനല്ല ഈ മാനവ് മൽഹോത്ര. വേരോടെ പിഴുതെറിയും ഞാൻ. അവസരം വരട്ടെ. എന്നിട്ടാണോ അവൻ ആ പെണ്ണിനെയും പൊക്കി പോയപ്പോ നിങ്ങൾ നോക്കിന്ന്? അവസരം നോക്കി ഇവിടെ ഇരുന്നോ? രണ്ടിനെയും കൊന്നുകളും ഞാനിന്ന്. അവൻ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് പിസ്റ്റൾ തിരികെ മുന്നോട്ട് നടന്നു. പോകുന്നതിന് മുന്നേ അവൻ ആരാണെന്ന് നീ അറിയണം. ആ ഋഷി അല്ല, ഋഷഭ് മഹേന്ദ്രൻ. രാഹുൽ ആ പറഞ്ഞതിന്റെ പൊരുളറിയാതെ കണ്ണുകളിൽ 1000 ചോദ്യവുമായി ഗൂഢമന്ദസ്മിതവുമായി നിൽക്കുന്ന അയാൾക്ക് നേരെ തിരിഞ്ഞു. തനുവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആകെ ഒരു വീർപ്പുമുട്ടൽ. ഋഷിയുടെ കൂടെ പോണോ വേണ്ടെന്ന് തീരുമാനത്തിലെത്താൻ പറ്റാതെ അവൾ ഉഴറി. താൻ കൂടെ പോയാൽ ഉറപ്പാണ് ചെറിയച്ഛനും കൂട്ടരും തന്നെ അവരെയും സമാധാനത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇന്നയാൾ ഒന്നും മിണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ 1000 പ്ലാനിങ്ങുകൾ കാണും. അവൾക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. താൻ കാരണം അവരുടെ ജീവിതം കൂടെ. ചിന്തകൾ മനസ്സിനെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചപ്പോൾ ഉറക്ക ഒരു വെളിപ്പാടകലയായപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റ് റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹാളിൽ വന്ന് നോക്കുമ്പോൾ ആരൊക്കെയോ പുതച്ചു മൂടി തലങ്ങും വിലങ്ങും കിടക്കുന്നുണ്ട്. ഇരുട്ടായതിനാൽ ആരെയും മനസ്സിലായില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി ബാൽക്കണിയിലേക്ക് ചെന്നു. നഗരം ഇപ്പോഴും ഉണർന്നിരിക്കുകയാണ്. സ്ട്രീറ്റ് ലൈറ്റിന്റെ നേരിയ വെളിച്ചം അവളുടെ മുഖത്തേക്ക് അടിച്ചു. പുതുമഴ തണുപ്പ് തീർക്കുന്ന ആ പുലർച്ചയിൽ ആ തണുപ്പും ആസ്വദിച്ച് വാനിലുദിക്കാൻ കൊതിച്ച നക്ഷത്രങ്ങളെ മറച്ചുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിയൂന്ന മഴമുകിലുകളെ നോക്കി തന്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് അവൾ എന്തൊക്കെയോ ആലോചിച്ച് പുറത്തേക്ക് നോക്കി നിന്നു. പുറത്തെ തണുത്ത കാറ്റേറ്റ് നിൽക്കുമ്പോൾ ഒരു ഉണർവ് പോലെ മനസ്സിനും ശരീരത്തിനും. കഴുത്തിലൊരു ചുടുനിശ്വാസം പതിഞ്ഞപ്പോഴാണ് അവൾ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കിയത്. പിന്നിൽ അവളെ നോക്കിക്കൊണ്ട് ചിരിയോടെ ഋഷി നിൽക്കുന്നു. ഒരു നിമിഷം അവളുടെ ഹൃദയം നിലച്ച പോലെ തോന്നി. അവനടുത്തേക്ക് വരുംതോറും അവളുടെ ശരീരം ആലില പോലെ വിറകൊണ്ടു. ഋഷി അടുത്തേക്ക് വന്ന് കൈകൾ അവൾക്ക് ഇരുവശവും വെച്ച് ലോക്ക് ചെയ്തു. അതേ ചിരിയോടെ അവളെ തന്നെ നോക്കി. അവന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവളാകെ പകച്ച് വാതുറന്ന് നിൽക്കുകയായിരുന്നു. വാടകടി പറയില്ല. അവൻ തന്നെ കൈകൾ കൊണ്ട് വാടച്ചു കൊടുത്തു. ഒന്നുകൂടെ ഞെട്ടി വീണ്ടും വാതുറക്കാൻ പോയതും ഇനി തന്നെ ആവർത്തിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ ചുണ്ടി രണ്ടും കൂട്ടിപ്പിടിച്ച് കണ്ണും തള്ളി പിടിച്ച് അവൾ നിന്നു. അവളുടെ നിൽപ്പും ഭാവം കണ്ട് അവന് ചിരി പൊട്ടി. പേടിച്ചു പോയ എന്റെ പെണ്ണ്. അവന്റെ നേർത്ത സ്വരം തന്റെ കാതോരം പതിഞ്ഞതും നിശ്വാസം സിരകളെ തഴുകിയതും വിറച്ചുകൊണ്ടൊരു പകപ്പോട് അവൾ ആ മിഴികളിലേക്ക് ഉറ്റുനോക്കി. അവളുടെ പേടിച്ച് ആ ഭാവം ആസ്വദിച്ചുകൊണ്ട് അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവനും നിന്നു. ഇട്ടിട്ട് പോകാനായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ദൂരം വരുമായിരുന്നു ഇടി പെണ്ണേ. അവന്റെ സ്വരം തന്റെ കാതോരം മനസ്സിനെ ചുട്ടുപൊള്ളുന്ന താപത്തിനുമേൽ ഒരു കുളിർമഴയായി പെയ്തിറങ്ങിയതും ഉയർന്ന നെഞ്ചിടിപ്പോടെ വിശ്വാസം വരാതെ അവൾ അവനെ തന്നെ നോക്കി കൺസിമാതെ നിന്നു. അവളുടെ ഓരോ നോട്ടത്തെയും തന്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് ഒരു നനുത്ത പുൻസിരിയോട് അവനും വിട്ടുകൊടുക്കില്ല ആർക്കും. എൻ്റെ ഈ ഇടനെഞ്ചിൽ തുടിപ്പുള്ളിടത്തോളം കാലം.
ചേർത്ത് നിർത്തും ഞാൻ. ദാ ഇതുപോലെ. അവൾ ഇരു കൈകൾ കൊണ്ട് നെഞ്ചോട് ചേർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, ഋഷിയേട്ടാ എനിക്ക് അവൾ എന്തോ പറയാൻ വന്നു. അവന്റെ ചൂണ്ടുവിരലുകൾ അവളുടെ ചുണ്ടിലമർന്നു. ഇട്ടിട്ട് പോവാൻ നിന്റെ മോള് സ്വപ്നത്തിൽ പോലും വിചാരിക്കുക വേണ്ട. വിട്ട് കളയില്ല ഋഷി ഒരിക്കലും. എന്റെയാ, എന്റെ മാത്രം. കേട്ടോടി മിസ്സിസ് തൻവി ഋഷഭ് മഹേന്ദ്ര. താന് കരയണോ ചിരിക്കണോ എന്നറിയാതെ ഒരു നിമിഷം പതറിയുന്നപ്പോഴേക്കും അവളുടെ കവിളിൽ തന്റെ ആദ്യത്തെ സ്നേഹചുംബനം പതിച്ചിരുന്നു. അതുമെല്ലെ മറുകവിളിലും പതിഞ്ഞു. ശ്വാസം അടക്കി പിടിച്ച് ഉയരുന്ന ഹൃദയമിടിപ്പിനെയും സാക്ഷിയാക്കി അടരാൻ വയ്യാതെ ആ സ്നേഹം ആവോളം ഏറ്റുവാങ്ങി അവളും നിന്നു. നിമിഷങ്ങളോളം അടർന്നു മാറുമ്പോഴും തന്റെ നോട്ടം നേരിടാനാവാൻ നിൽക്കുന്ന അവളെ അവനൊന്നുകൂടി തന്നോട് ചേർത്തു. കൈവിടില്ല ഒരിക്കലും. ഞാനുണ്ടാവും നിനക്ക്. പേടിക്കരുതൊന്നിനെയും. ഋഷിയുടെ പെണ്ണാണ് നീ. ആ ഒരു ധൈര്യം മാത്രം മതി നിനക്ക്. അവൾ നിറമിഴികൾ ഉയർത്തി അവനെ നോക്കി. നിസ്സഹായതയോടെയുള്ള ആ നോട്ടം അവന്റെ നെഞ്ചിൽ നോവിന്റെ കണികകൾ തീർത്തു. അവളുടെ ഉള്ളിൽ ഒരു കടലിരുമ്പുന്നവൻ അറിഞ്ഞു. അത്രമേൽ ആ ഹൃദയതാളം മുറുകിയിരുന്നു. പിന്നെ ഇന്ന് മോള് പറഞ്ഞതിനൊക്കെ ചേട്ടൻ പരീക്ഷ സഹിതം ഇതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഓരോന്നോരോന്നായി തിരിച്ചുതരാമേ. ഞാനേ തുടങ്ങിയിട്ടേ ഉള്ളൂ. താങ്ങുമെന്തോ. അതും പറഞ്ഞ അവളുടെ കഴുത്തിൽ ചെറുതായി ഉരസി വേദനിപ്പിക്കാവുന്ന കടിച്ചുകൊണ്ട് അന്നും വീട്ടിലിരിക്കുന്ന അവളെയും നോക്കി കള്ളശ്ശേരിയോടെ അവൻ നടന്നുപോയി. കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാവാതെ അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. ഋഷി ചെന്ന് കിടന്നു. പുതപ്പിനുള്ളിൽ നിന്നൊരു തല പുറത്തേക്ക് വന്നു. കഴിഞ്ഞോളിയാ. ഇരുട്ടിൽ മനുവിന്റെ തലളിഞ്ഞ് ഋഷി ഞെട്ടി മാറിക്കിടന്നു. എന്താണ് പട്ടി പാതിരാത്രിക്ക് മനുഷ്യനെ പേടിപ്പിക്കുന്നത്? പാതിരാത്രിക്ക് കിസ് അടിക്കാൻ പോയാൽ കുഴപ്പമില്ലല്ലേ? കണ്ടോ? ഋഷി താടി ഉറിഞ്ഞ് ഒറ്റക്കണ്ണടിച്ചുകൊണ്ട് ചോദിച്ചു. നൈസായിട്ട്. ഞാൻ മാത്രമല്ല, ദോ എല്ലാവരും. ഋഷി നോക്കുമ്പോൾ ശ്രീയും പതിയെ ആമ തോടിനുള്ളിൽ നിന്നും വരുന്ന പോലെ തല പുറത്തേക്ക് ഇട്ടു നോക്കുന്നു. ഇതുങ്ങൾക്കൊന്നും ഉറക്കമില്ലേ? ഋഷി രണ്ടിനെയും നോക്കി പിറുവിറുത്തു. ഞങ്ങളെ ചാച്ചി ഉറക്കിയിട്ട് രണ്ടും കൂടെ ഇതാണല്ലോ ഇവിടെ പരിപാടി. നിനക്കൊക്കെ ബാച്ചിലർ ശാപം കിട്ടൂടാ, നോയിക്കോ. മനു ഋഷിയെ ശപിക്കാൻ കയ്യോങ്ങി. ഞാൻ എന്റെ പെണ്ണിനെ കിസ്സടിക്കും. വേണേ പലതും. അല്ലേ വേണ്ട. ആർക്കളതിന് ചേതം. പോയി മുള്ളി കിടന്നുറങ്ങണം ആലവരാതികളെ. അതും പറഞ്ഞ് മനുവിനൊരു ചവിട്ടും കൊടുത്ത് തലവഴി പുതപ്പിട്ട് അവൻ കിടന്നു. അവന്റെ ചമ്മൽ കണ്ട് ചിരിയോടെ അവരും. പിറ്റേന്ന് രാവിലെ ശ്രീയോട് യാത്ര പറഞ്ഞ് അവരിറങ്ങി. ബാംഗ്ലൂരിനോട് തൽക്കാലത്തേക്ക് വിട. ഫ്ലൈറ്റിലായതുകൊണ്ട് ഉച്ചയായപ്പോഴേക്കും നാട്ടിലെത്തി. നേരെ ഋഷിയുടെ വീട്ടിലേക്കാണ് പോയത്. തനു ഋഷിയും മനുവും വാതിൽ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബെല്ലടിച്ച് മുത്തി വാതിൽ തുറന്നു. പിന്നിൽ ആദിയും ഉണ്ണിയും. അവരെ കണ്ടതും മുത്തിയുടെ മുഖം വലിഞ്ഞു മുറുകി. അകത്തേക്ക് കയറാൻ വരട്ടെ. മുത്തിയുടെ ഡയലോഗ് കേട്ടും തനു ഋഷിയും മുന്നോട്ട് വെച്ച കാല് അതേ സ്പീഡിൽ പിന്നോട്ട് വെച്ച് കാര്യം മനസ്സിലാവാതെ പരസ്പരം നോക്കി നിന്നു. കൂടെ ഒറ്റക്കാൽ ഉയർത്തി അന്തം വിട്ട് മനുവും. മുത്തി അകത്തേക്ക് കയറേണ്ടെന്ന് പറഞ്ഞതും ഋഷിയും തനുവും കാര്യം മനസ്സിലാവാതെ മുഖത്തോട് മുഖം നോക്കി. ഇവർക്കല്ലേ കയറാൻ പാടില്ലാത്ത, എനിക്ക് കയറാലോ. അതും പറഞ്ഞ മനു അകത്തേക്ക് കയറാൻ പോയി. നിന്നെ ഗേറ്റിന് പുറത്ത് വെച്ചാൽ തടയണമെന്നാ കരുതിയത്. ഇവിടെ വരെ വന്നു തന്നെ നിന്റെ ഭാഗ്യം. ഋഷി ഈ കളവിക്കുന്ന എന്തോ ഇളകിയിട്ടുണ്ട്. ഇതിനാ കേണലങ്കിടെ തലി കെട്ടി കണ്ട കാലം അതിക്രമിച്ചിരിക്കുന്ന പോലെ മനു ഋഷി കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. അപ്പോഴേക്ക് ആദി ഉണ്ണി ആരതി ഒഴിയുന്ന തട്ടുമായി മുന്നോട്ട് വന്നു. ഋഷിയും തനുവും നടുക്കത്തോടെ പരസ്പരം നോക്കി. ഋഷി ഇവരെന്തോ അറിഞ്ഞു എന്ന് തോന്നുന്നു മോനെ. ഇവർ ട്രാപ്ഡ് മുത്തേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എന്നെ എങ്ങനെ ഒറ്റക്കിട്ട് മുങ്ങിയ കൊല്ലു ഞാൻ പന്നി. ഓടാൻ പോയ മനുവിനെ ഋഷി പിടിച്ച് കൂടെ നിർത്തി. അപ്പോഴേക്കും മുത്തി ആദിയിൽ നിന്ന് തട്ട് വാങ്ങി അവിടെ അടുത്തെത്തി. മാറി നിൽക്കണ രണ്ടും. ഋഷിയും മനുവിനെയും രണ്ട് സൈഡിലോട്ട് തട്ടി മാറ്റി മുത്തി തനുവിന് അടിമുടി ആരതി ഒഴിഞ്ഞു. എല്ലാ കണ്ണീരും ദോഷങ്ങളും മാറട്ടെ എന്റെ കുട്ടിക്ക്. എന്തോ നേട ഇതൊക്കെ? ഇത് നിന്റെ വീടോ അവളുടെ വീടോ? നമ്മളെന്താ മത്തി കൊടുത്ത് വാങ്ങിയതാണോ? എനിക്കിതൊന്നും പിടിക്കണില്ല. മനുവിന് ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഋഷി അവനെയൊന്നും മൈൻഡാക്കൂടി ചെയ്യുന്നില്ല. ആദി ഉണ്ണിയും മുത്തിയും കൂടെ തനുവിനെ ചക്കക്കൂട്ടത്തിൽ ഈച്ച വന്നിരിക്കുന്ന പോലെ പൊതിഞ്ഞിരിക്കുകയാണ്. അതെ, ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉള്ളവരാട്ടോ. ഞങ്ങളെയൊന്നും പരിഗണിക്കാം. ഇതെന്തോന്നിത്? അവസാനം സൈയിട്ട് മനു പറഞ്ഞു. അതിനിവിടെ യാതൊരു പ്രസക്തിയില്ല. വേണേ കയറിപ്പോയി ആദി പറഞ്ഞു. അതും പറഞ്ഞ് അവരെല്ലാം തനുവിനെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. എന്തൊരു തേപ്പടി ഇതൊക്കെ. അവസാനം നീ ഇവിടുന്ന് പുറത്താകുന്ന ലക്ഷണം കാണുന്നത്. മര്യാദ സത്യം പറഞ്ഞു. അതാ നിന്റെ തടിക്കുന്നുണ്ട്. ആ തള്ള കാഞ്ഞ വിത്ത. എന്തേലും അറിഞ്ഞാ പിന്നെ കഴിഞ്ഞു. പറയാം. കുറച്ച് കഴിയട്ടെ. കുറച്ച് കാര്യങ്ങൾ കൂടി കറങ്ങി തെളിയാനുണ്ട്. അതിനുശേഷം വിശദമായിട്ട് പറയാം. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ. നീ കലങ്ങി തെളിയാൻ കാത്തിരുന്നോ? അപ്പോഴേക്കും അവരെല്ലാം കൂടി കലക്കി തരും. അപ്പൊ അയ്യോപത്തൊന്നും പറയരുത്, കേട്ടല്ലോ. എന്താടാ രണ്ടും കൂടെ പുറത്തുനിന്ന് പിറുവിരിക്കുന്നത്? അകത്തോട്ട് കയറണടാ രണ്ടും. മനു ഋഷി അകത്തേക്ക് കയറി. തനുവാണിൽ വന്നപ്പോൾ മുതൽ ഋഷിക്ക് മുഖം കൊടുക്കാൻ നടക്കുകയാണ് ഒരു ഒളിച്ചു കളി. അവൻ നോക്കുമ്പോഴെല്ലാം അവിടുന്ന് മാറിപ്പോവും. പരമാവധി അവന്റെ മുമ്പിൽ പെടാതെ നടക്കുന്നുണ്ട്. ഋഷിക്കാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് കിട്ടുന്നുമില്ല. കാന്ന പോലെ ഉണ്ണി പിന്നാലെ നടക്കുന്നുണ്ട്. ഋഷി അതെല്ലാം കണ്ട് കലിതുള്ളി നടപ്പാണ്. ഉണ്ണിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞതും എല്ലാവരും കൂടെ ഹാളിൽ കഥയും പറഞ്ഞിരിക്കുകയാണ്.
മനുവിനെ അത് കണ്ടിട്ട് അരിച്ചു കയറുന്നുണ്ട്. അവൻ ഋഷിയെ വിളിക്കാൻ റൂമിലേക്ക് ചെന്നു. ഋഷി കട്ടിൽ മലന്ന് കിടന്ന് ഫോണിൽ കുത്തി ചികയുന്നുണ്ട്. എന്തുവാണ് ഏതെങ്കിലും കുത്തി കിടക്കുന്നത്? ഞാൻ മെയിലേക്ക് വാ, 2 ദിവസമായാലും ഓഫീസിൽ പോയിട്ട്. നീ ഇങ്ങനെ മെയിലേക്ക് ചെയ്തിരുന്നോ? ദോണ്ടെ നിന്റെ ഫീമെയിലിന് ഒരുത്തൻ ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ആര്? ഉണ്ണിയോ? ആല അവൻ തന്നെ. അവൻ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കും. ഇന്നത്തോടെ തീർത്തു കൊടുക്കുന്നുണ്ട് അവൻ്റെ കോഴി വസന്ത. ആ കോഴിയുടെ പപ്പും കൂടെ ഞാനൊന്ന് പറിക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി ഉണ്ണിയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ ആളിലേക്ക് പാഞ്ചെല്ലുമ്പോൾ കാണുന്നത് മുത്തിയുടെ മടിയിൽ തലവെച്ചെടുക്കുന്ന തനുവിനെയാണ്. ആദ്യം ഉണ്ണി ഒരു സൈഡിൽ മാറിയിരിക്കുന്നുണ്ട്. ഋഷി തലയിരിച്ച് പിന്നാലെ വന്ന മനുവിനെ നോക്കി. അവൻ ചമ്മിയ ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അത് മറക്കാനായി അവരുടെ കൂടെ കൂടി ബാംഗ്ലൂർ പോയി തനുവിനെ കൊണ്ടുവന്ന കഥ എരിവും പുളിയും കൂട്ടി തള്ളി മറിക്കാൻ തുടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.